വർക്ക് ആൻഡ് ടൈമിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ ചോദ്യം ഇതായിരുന്നു. ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ ഇൻറ്റു 2 മീറ്ററുള്ള കുഴി നിർമ്മിക്കുമെങ്കിൽ രണ്ടുപേർ എത്ര ദിവസം കൊണ്ട് 4 മീറ്റർ ഇൻറ്റു 4 മീറ്റർ ഇൻറ്റു 4 മീറ്ററുള്ള കുഴി നിർമ്മിക്കും, അല്ലെ? ഇനി നമുക്ക് ഇവിടുത്തെ ചോദ്യം നോക്കാം. അടുത്തൊരു ടൈപ്പിലോട്ടാണ്, പുതിയൊരു ടൈപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ജോലി എ 10 ദിവസം കൊണ്ടും ബി 12 ദിവസം കൊണ്ടും സി 15 ദിവസം കൊണ്ടും തീർക്കും. അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോ ഒരേ ജോലി തന്നെ എക്ക് എത്ര ദിവസം വേണം? 10 ദിവസം വേണം, അല്ലെ? ബിക്ക് അതേ ജോലി ചെയ്യാൻ 12 ദിവസം വേണം. അതേ ജോലി തന്നെ സി ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 ദിവസവും വേണം. എങ്കിൽ ഇവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദ്യം. അപ്പൊ ഇതേ ടൈപ്പ് രണ്ടെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? 2ab/a+b എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് 3 പേരുടെ കേസാണ് വരുന്നത്. അപ്പൊ 3 പേരുടെ കേസ് വരുമ്പോൾ നമുക്ക് LC ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എളുപ്പം. നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു, ചെറിയ ക്വസ്റ്റ്യനുകളാകുമ്പോൾ നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് എളുപ്പം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ LC ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ LC ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ എക്ക് എത്ര ദിവസങ്ങൾ വേണമെന്നാണ് പറയുന്നത്? എക്ക് വേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 10 ആണ്, അല്ലെ? ബിക്ക് വേണ്ട ദിവസങ്ങൾ എത്ര പറഞ്ഞത്? 15 അല്ലേ? സിക്ക് വേണ്ട ദിവസങ്ങളോ 30 അല്ലേ പറയുന്നത്, അല്ലെ? സോറി, എക്ക് 10, ബിക്ക് 12, സിക്ക് 15 ദിവസങ്ങളാണ്, അല്ലെ? എക്ക് 10 ആണ്, ബിക്ക് 12 ആണ്, സിക്ക് 15 ആണ്. അപ്പോ ബിക്ക് 12 ദിവസങ്ങളാണ് പറയുന്നത്. ബിയുടെ ദിവസങ്ങൾ 12, അല്ലെ? സിയുടെ ദിവസങ്ങൾ 15. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇവര് 3 പേരും 3 ആശാരിമാരാണെങ്കിൽ, എയും ബിയും സിയും 3 ആശാരിമാരാണെങ്കിൽ ഇവരെ നമ്മൾ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ജോലി എന്ന് പറയുന്നത് സെയിം ആണ്. 3 പേരെ ഏൽപ്പിക്കുന്ന ജോലി സെയിം ആണ്. 3 പേരോട് നമ്മൾ ചെയ്യാൻ പറയുന്ന ജോലി സെയിം ആണ്. ആ ജോലിയായിട്ട് നമുക്ക് ഈ 10ന്റെയും 12ന്റെയും 15ന്റെയും LCM-നെ എടുക്കാം. 10ന്റെയും 12ന്റെയും 15ന്റെയും LCM ആണ് ഇവര് 3 പേരുടെയും കൂടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 10ന്റെയും 12ന്റെയും 15ന്റെയും LCM ഒന്നുകിൽ കുറച്ച് എക്സ്പെർട്ടുകളാണെങ്കിൽ, കണക്കുമായിട്ട് കുറച്ചൊക്കെ പരിചയമുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മനക്കണക്കായിട്ട് ആലോചിക്കാം. ഇനി അങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾ തുടക്കക്കാരാണ്, ഞങ്ങൾക്ക് LCM ചെയ്തേ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം. 10നെയും 12നെയും 15നെയും ചെയ്യാൻ പറ്റുന്ന സംഖ്യകളൊന്നുമില്ല. 10നെയും 12നെയും ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 10ൽ 2 എത്ര തവണയാ? 5 തവണയാണ്, അല്ലെ? 12ൽ 2 എത്ര തവണയാണ്? 6 തവണയാണ്. 15നെ നമ്മൾ അതുപോലെ എഴുതി. ഇനി എത്ര കൊണ്ട് ചെയ്യാം? 5നെയും 15നെയും ആണെങ്കിൽ നമുക്ക് 5 കൊണ്ട് ചെയ്തൂടെ? 5 കൊണ്ട് ചെയ്യുന്നു. 5ൽ 5 1 തവണ, അല്ലെ? 6 അതുപോലെ. 15ൽ 5 എത്ര തവണയാണ്? 3 തവണയല്ലേ? ഇനി എത്ര കൊണ്ട് ചെയ്യാം? 6നെയും 3നെയും 3 കൊണ്ട് ചെയ്യാം, അല്ലെ? അപ്പൊ 1 2 1, ശരിയല്ലേ? ഇനി നമുക്കിത് ഗുണിച്ചാൽ മതി, LCM കിട്ടും. LCM എന്ന് പറയുന്നത് 2 ഗുണം 5 ഗുണം 3 ഗുണം 2 ആണ്. 2 ഗുണം 5 10, അല്ലെ? 10 ഗുണം 3 30, 30 ഗുണം 2 60. അപ്പോൾ LCM എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. 10ന്റെയും 12ന്റെയും 15ന്റെയും LCM എന്ന് പറയുന്നത് 60 ആണ്. ഇനി അല്ലാതെ ഇത് എഴുതി നോക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനക്കണക്കായിട്ട് ആലോചിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്, നമുക്ക് ഇവിടെ പറഞ്ഞ സംഖ്യകൾ ഏതൊക്കെയാണ്? 10ഉം 12ഉം 15ഉം അല്ലേ? അതിൽ ഏറ്റവും വലുത് ഏതാ? 15 അല്ലേ? നമ്മൾ ആ 15 നോക്കാം. ആദ്യം 15നെ നോക്കാം. ഈ 15 നമ്മൾ എഴുതി. ഈ 15നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് 10ന്റെ ഗുണിതമല്ല. അപ്പോൾ LCM ആയിട്ട് എന്തായാലും 15 വരത്തില്ല. അപ്പോൾ നമ്മൾ 15ന്റെ അടുത്ത ഗുണിതം നോക്കും. 15 ഗുണം 2 അല്ലെങ്കിൽ 15 അധികം 15 30, അല്ലെ? 30നെ 10 കൊണ്ട് ഹരിക്കാം. 10 ഗുണം 3 30. അപ്പോൾ 10ന്റെ ഗുണിതമാണ് 30. പക്ഷേ 30നെ 12 കൊണ്ട്, അടുത്ത സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ LCM ആയിട്ട് ഏതും വരുന്നില്ല, 30ഉം വരുന്നില്ല. 15ന്റെ അടുത്ത ഗുണിതത്തിലോട്ട് പോകാം. 30 അധികം 15 അല്ലെങ്കിൽ 15 ഗുണം 3 45 എന്ന് കിട്ടും. 45നെ 10 കൊണ്ടും 12 കൊണ്ടും ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ LCM ആയിട്ട് 45 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത ഗുണിതത്തിലോട്ട് പോയാൽ 45 അധികം 15, 45 അധികം 15 എത്ര എന്ന് കിട്ടും?
60 എന്ന് കിട്ടും. 45 അധികം 15 60 അല്ലേ? 60നെ 10 കൊണ്ട് ഹരിക്കാം. 10 ഗുണം 3 ആണ് എത്ര? 10 ഗുണം 6 ആണ് 60 എന്ന് പറയുന്നത്. 60നെ 12 കൊണ്ട് ഹരിക്കാം. 12 ഗുണം 5 ആണ് 60 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് LCM ആയിട്ട് എത്ര എടുക്കാം? 60നെ എടുക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എയും ബിയും സിയും 3 ആശാരിമാരാണ്. നമ്മൾ ഇവരെ ഒരു ജോലി ഏൽപ്പിച്ചു. ഇവർ 3 പേരും ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് 60 ബെഞ്ച് ഉണ്ടാക്കലാണ്. എ എന്ന് പറയുന്ന ആശാരി പറയുന്നു ഈ 60 ബെഞ്ച് ഞാൻ 10 ദിവസം കൊണ്ട് ഉണ്ടാക്കി തരാം. ബി എന്ന് പറയുന്ന ആശാരി പറയുന്നു എനിക്ക് 12 ദിവസം വേണം. സി എന്ന് പറയുന്ന ആശാരി പറയുന്നു 15 ദിവസം വേണം. അല്ലെ? അപ്പോൾ 3 പേരും ചെയ്യുന്ന ജോലി എത്ര തന്നെ? സെയിം ആണ്. അപ്പോൾ 3 പേരുടെയും വർക്ക് സെയിം ആണ്. ആ വർക്കാണ് നമ്മൾ LCM ആയിട്ട് കണ്ടുപിടിച്ച 60. ഈ 60 ബെഞ്ച് ഉണ്ടാക്കാനാണ് എയ്ക്ക് 10 ദിവസം വേണമെന്ന് പറയുന്നത്. അപ്പോൾ എയുടെ ഒരു ദിവസത്തെ വർക്കിനെ നമ്മൾ പറയുന്ന പേര് എയുടെ എഫിഷ്യൻസി എന്നാണ്. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എയ്ക്ക് ആകെയുള്ള വർക്കിനെ എയുടെ ദിവസങ്ങൾ കൊണ്ട് ഹരിക്കുന്നതാണ്. അതായത് എയുടെ ഒരു ദിവസത്തെ വർക്ക്, അതായത് 60 ഡിവൈഡഡ് ബൈ 10 ആണത്. 60 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ആകെയുള്ള വർക്ക് 60 അല്ലെ? എയുടെ ദിവസങ്ങളിൽ 10. 60 ബൈ 10 എന്ന് പറയുമ്പോൾ എത്ര എന്ന് കിട്ടും? 6 കിട്ടും. അപ്പോൾ എയുടെ എഫിഷ്യൻസി 6 ആണ്. ബിയുടെ എഫിഷ്യൻസി 60 ബൈ 12 ആണ്. എത്ര ആണ്? 5 ആണ്. സിയുടെ എഫിഷ്യൻസി 60 ബൈ 15 ആണ്. എത്ര ആണ്? 4 ആണ്. എയുടെ എഫിഷ്യൻസി 6, ബിയുടെ എഫിഷ്യൻസി 5, സിയുടെ എഫിഷ്യൻസി 4. അതായത് എ എന്ന് പറയുന്ന ആശാരി ദിവസം 6 ബെഞ്ചും ബി 5 ബെഞ്ചും സി 4 ബെഞ്ചും ഉണ്ടാക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ഇവര് 3 പേരോട് ഒരുമിച്ച് ചെയ്താൽ ഒരു ദിവസം എത്ര ബെഞ്ച് ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ എയുടെ 6 പ്ലസ് ബിയുടെ 5 പ്ലസ് സിയുടെ 4 അല്ലെ? 3 പേരോട് ചേർന്ന ഒരു ദിവസം അപ്പോൾ 15 ബെഞ്ചല്ലേ ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? ആകെ നമുക്ക് എത്ര ബെഞ്ച് ഉണ്ടാക്കണം? 60 ബെഞ്ച് ഉണ്ടാക്കണം അല്ലെ? ഇവർ ഒരുമിച്ച് ഒരു ദിവസം എത്ര ബെഞ്ച് ഉണ്ടാക്കും? 15 ബെഞ്ച് ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ഈ 60 ബെഞ്ച് ഒരു ദിവസം 15 ബെഞ്ച് വീതം ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അവർക്ക് ആ ജോലി തീർക്കാൻ കഴിയും? 4 ദിവസം കൊണ്ട് അവർക്ക് ആ ജോലി തീർക്കാൻ കഴിയത്തില്ലേ? അപ്പൊ ഒന്നുകൂടി പറയാം. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം പറഞ്ഞത്. എയ്ക്ക് എത്ര ദിവസം വേണം? 10 ദിവസം വേണം. ബിക്ക് 12 ദിവസം, സിക്ക് 15 ദിവസം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. അപ്പോ ആകെയുള്ള ജോലി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? 10ന്റെയും 12ന്റെയും 15ന്റെയും LCM ആണ് ആകെയുള്ള ജോലി എന്ന് പറയുന്നത്. അപ്പോ എയുടെ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞത് എത്രയായിരുന്നു? 10 ആയിരുന്നു. ബിക്ക് 12 ആയിരുന്നു. സിക്ക് 15 ആയിരുന്നു. എയുടെ ദിവസങ്ങൾ 10, ബിയുടെ ദിവസങ്ങൾ 12, സിയുടെ ദിവസങ്ങൾ 15 അല്ലെ? ആകെ വർക്കായിട്ട് നമ്മൾ 10ന്റെയും 12ന്റെയും 15ന്റെയും LCM ചെയ്തു. അല്ലാതെ നമുക്ക് മനക്കണക്കായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഒന്നുകൂടെ LCM ചെയ്യുന്നില്ല. അപ്പോൾ 10ന്റെയും 12ന്റെയും 15ന്റെയും LCM ആയിട്ട് നമുക്ക് കിട്ടിയത് 60 ആയിരുന്നു അല്ലെ? അപ്പോൾ ആകെ വർക്ക് എന്ന് പറയുന്നത് 60 ആണ്. ഇതിൽ നമ്മൾ ഓരോരുത്തരുടെയും വർക്ക് കണ്ടുപിടിച്ചു. എയുടെ വർക്ക് 60 ബൈ 10 6 ആണ്. ബിയുടെ വർക്ക് 60 ബൈ 12 5 ആണ്. സിയുടെ വർക്ക് 60 ബൈ 15 4 ആണ് അല്ലെ? അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും കൂടെ വർക്ക് 6 അധികം 5 അധികം 4 എത്ര ആണ്? 15 ആണ്. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ വർക്ക് 15 ആണ്. ഒരു ദിവസത്തെ വർക്ക് 15 ആണ്. ആകെ അവർക്ക് ചെയ്യേണ്ട വർക്ക് 60 ആണ് അല്ലെ? അതിൽ 15 വീതം അവർ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അവരുടെ ജോലി തീരും? 60 ബൈ 15 4 ദിവസം കൊണ്ട് ആ ജോലി തീർക്കും അല്ലെ? ക്ലിയർ ആണോ? ആ ടൈപ്പ് അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു ജോലി എ 10 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും സി 30 ദിവസം കൊണ്ടും തീർക്കും. അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും അല്ലെ? സെയിം ക്വസ്റ്റ്യൻ ആണ്. എക്ക് വേണ്ടി വരുന്ന ദിവസങ്ങൾ 10, ബിക്ക് വേണ്ടി വരുന്ന ദിവസങ്ങൾ 15, സിക്ക് വേണ്ടി വരുന്ന ദിവസങ്ങൾ 30. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നല്ലേ ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കഴിഞ്ഞ കണക്കിലെ പോലെ LCM കാണണം. എയുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് 10 ആണ്. എയുടെ ദിവസങ്ങൾ 10 ആണ് അല്ലെ? ബിയുടെ ദിവസങ്ങളോ എത്രയാണ്? 15 ആണ്. സിയുടെ ദിവസങ്ങളോ 30 ആണ് അല്ലെ? ഇവിടെ LCM നമുക്ക് വളരെ എളുപ്പമാണ്. കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളിവിടെ LCM കാണുമ്പോൾ 10ന്റെയും 15ന്റെയും 30ന്റെയും LCM ആണ് കാണേണ്ടത് അല്ലെ? അപ്പോൾ നമ്മൾ LCM കാണുന്ന സമയത്ത് ആ തന്നിരിക്കുന്നതിലെ തന്നെ ഏതെങ്കിലും സംഖ്യകളുടെ ഗുണിതങ്ങൾ അതിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കി ചെയ്യാൻ പറ്റും. അതായത് തന്നിരിക്കുന്നതിൽ ഒരു സംഖ്യയാണ് 30. ആ 30ന്റെ ഗുണിതം അതിലുള്ളത് കൊണ്ട് തന്നിരിക്കുന്ന ഒരു സംഖ്യയാണ് 10.
ആ 10ന്റെ ഗുണിതം അതിലുണ്ട്. 10 ഗുണം 3 ആണ് 30. 10ന്റെ ഗുണിതം അതിലുള്ളത് കൊണ്ട് LCM കാണുന്നതിൽ നമുക്ക് 10നെ ഒഴിവാക്കാം. പിന്നെ LCMൽ നമുക്ക് 10ന്റെ ആവശ്യമില്ല. പിന്നെ നോക്കുവാണെങ്കിൽ 15ന്റെയും ഗുണിതമാണ് 30. 15 ഗുണം 2 അല്ലേ 30. അപ്പോൾ LCM കാണുന്നതിൽ നമുക്ക് 15നെയും ഒഴിവാക്കാം. പിന്നെ ആരേ ഉള്ളു ബാക്കി? 30 അല്ലേ ഉള്ളു ബാക്കി. അപ്പോൾ എത്ര തന്നെ ആയിരിക്കും? LCM 30 തന്നെ ആയിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാ പറഞ്ഞ്? ചെറിയ സംഖ്യകളുടെ 10ന്റെ ഗുണിതം ഉള്ളത് കൊണ്ട് 10നെയാണ് നമ്മൾ ഒഴിവാക്കിയത്, 30നെ ഒഴിവാക്കുന്നില്ല. 15ന്റെ ഗുണിതം ഉള്ളത് കൊണ്ട് 15നെ നമ്മൾ ഒഴിവാക്കി, ബാക്കിയുള്ളത് 30 അല്ലെ. അപ്പോൾ നമ്മൾ LCM എത്ര എന്ന് കിട്ടി? 30 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 30/10 3 ബിയുടെ എഫിഷ്യൻസി 30/15 2 സിയുടെ എഫിഷ്യൻസി 30/30 1 അല്ലെ. അപ്പോ 3 പേരുടെയും കൂടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 3 + 2 + 1 ആയിരിക്കത്തില്ലേ? 3 പേരുടെയും കൂടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞപ്പോൾ 6 ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 പേരുടെയും കൂടെ ആകെ വർക്ക് എന്ന് പറയുന്നത് LCM ആണ് 30 അവരുടെ 3 പേരുടെയും കൂടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 6 അപ്പോൾ അവർക്ക് വേണ്ടി വരുന്ന ദിവസങ്ങൾ 30/6 എത്രയാണ്? 5 ദിവസങ്ങളാണ്. ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യനോട് ആ ടൈപ്പ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എക്ക് എത്ര ദിവസം എന്നാ പറയുന്നത്? 12 ദിവസം. ബിക്ക് 18 ദിവസം. സിക്ക് 36 ദിവസം. എങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. നേരത്തെ നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 12ഉം 18ഉം 36 അപ്പോൾ നമുക്ക് LCM കാണാനും കുറച്ച് എളുപ്പ വഴിയുണ്ട്. 12ന്റെ ഗുണിതമാണ് 36, 18ന്റെയും ഗുണിതമാണ് 36. അപ്പോൾ നമ്മൾ LCM ചെയ്ത് നോക്കാതെ തന്നെ അതിന്റെ ആൻസർ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കണം. അതിന്റെ തന്നെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെ LCM ഉപയോഗിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ചെയ്തതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പറയുന്നത് ഒരു ജോലി എയും ബിയും ചേർന്ന് 20 ദിവസം കൊണ്ടും സിയും ബിയും ചേർന്ന് 24 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 30 ദിവസം കൊണ്ടും തീർക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. അപ്പോ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാ പറയുന്നത്? എയും ബിയും ചേർന്ന് 20 ദിവസം എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്ക് A+B കൊണ്ട് സൂചിപ്പിക്കാം. അതിന് എയും ബിയും കൂടി 20 ദിവസമാണ്. അടുത്തത് ഇനി ആരുടെയൊക്കെ പറയുന്നത്? ബിയും സിയും കൂടെ അല്ലേ പറയുന്നേ? ബിയും സിയും കൂടി എത്ര ദിവസം വേണമെന്നാ പറയുന്നത്? 24 ദിവസം വേണം. ബിയും സിയും കൂടി 24 ദിവസം വേണം. എയും സിയും കൂടി എത്ര ദിവസം വേണം? 30 ദിവസം വേണം അല്ലെ. എയുടെയും സിയുടെയും കൂടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് 30. എയും സിയും കൂടി ആ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ അവരൊരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം അല്ലെ. നമുക്ക് 20ന്റെയും 24ന്റെയും 30ന്റെയും LCM കാണാം. 20ന്റെയും 24ന്റെയും 30ന്റെയും LCM നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എഴുതി നോക്കിയിട്ട് ചെയ്യാം. 20നെയും 24നെയും 30നെയും നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു, പിന്നെ 3 കൊണ്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗുണിതം എടുത്ത് നോക്കിയിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ 30 അല്ലേ. 30നെ 20 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല അല്ലെ. അപ്പോൾ LCM എന്തല്ല? 30 അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? LCMന്റെ അടുത്ത ഗുണിതം എടുക്കാം. 30ന്റെ അടുത്ത ഗുണിതം ഏത്? 60 അല്ലേ. 60നെ 20 കൊണ്ട് ചെയ്യാം. പക്ഷെ എത്ര കൊണ്ട് പറ്റത്തില്ല? 24 കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ LCM ഏതുമല്ല? 60ഉം അല്ല. ആദ്യം നമ്മൾ നോക്കിയത് 30ന്റെ കാര്യമാണ്, 30 അല്ല. അപ്പോ 30ന്റെ അടുത്ത ഗുണിതം എടുത്തു 60. 60നെ 24 കൊണ്ട് പറ്റാത്തത് 60ഉം LCM ആയിട്ട് വരത്തില്ല. 30ന്റെ അടുത്ത ഗുണിതം എന്ന് പറഞ്ഞാൽ 30 ഗുണം 3 90. 90നെ 20 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ LCM ആയിട്ട് 90ഉം വരുന്നില്ല. അടുത്ത ഗുണിതത്തിലോട്ട് നമുക്ക് പോയാൽ 30ന്റെ 4ാമത്തെ ഗുണിതം 120. 120നെ 20 കൊണ്ട് ഹരിക്കാം 6 തവണയാണ്. 120നെ 24 കൊണ്ട് ഹരിക്കാം 5 തവണയാണ്. അപ്പോൾ എത്രയാണ് LCM എന്ന് പറയുന്നത്? 120 അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ലോങ് ഡിവൈഡ് ചെയ്തും എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയായാലും നമുക്ക് LCM എത്ര എന്ന് കിട്ടി? 120 എന്ന് കിട്ടി അല്ലെ. LCM 120. എയുടെയും ബിയുടെയും കൂടെ ദിവസങ്ങൾ എത്രയാണ്? 20 അല്ലേ പറഞ്ഞ്. അപ്പോൾ നമുക്ക് 120/20 ചെയ്താൽ എത്ര കിട്ടും? 6 കിട്ടും അല്ലെ. 120/24 ചെയ്താൽ 5 കിട്ടും. 120/30 ചെയ്താൽ 4 കിട്ടും. ശരിയല്ലേ. അപ്പോ ഇവിടെ ഈ 6 എന്ന് പറയുന്നത് ആരുടെയൊക്കെ വർക്കാണ്? എയുടെയും ബിയുടെയും കൂടെ വർക്കാണ് 6. ഈ 5 എന്ന് പറയുന്ന ആരുടെയൊക്കെ വർക്കാണ്?
ബിയുടെയും സിയുടെയും കൂടി വർക്കാണ് 5. ഈ 3 എന്ന് പറയുന്ന ഈ 4 എന്ന് പറയുന്ന ആരുടെ വർക്കാണ്? സിയുടെയും എയുടെയും കൂടെ വർക്കാണ് 4. അപ്പോൾ നമുക്കിത് കൂട്ടുമ്പോൾ കിട്ടുന്ന 6 + 5 + 4 എന്ന് പറയുമ്പോൾ 15. ഈ 15 എന്ന് പറയുന്നത് അതിനകത്ത് 6 എയുടെയും ബിയുടെയും കൂടി വർക്കാണ്, അല്ലെ? 5 ബിയുടെയും സിയുടെയും കൂടി വർക്കാണ്. 4 എന്ന് പറയുന്നത് എയുടെയും സിയുടെയും കൂടി വർക്കാണ്. അതായത് ഇത് 3 പേരുടെയും കൂടെ വർക്കാണ് 15 എന്ന് പറയുമ്പോൾ എയെ പോലെ ജോലി ചെയ്യുന്ന 2 പേരും, അതായത് 2 എയുടെയും ബിയെ പോലെ ജോലി ചെയ്യുന്ന 2 പേരും, അതായത് 2 ബിയുടെയും സിയെ പോലെ ജോലി ചെയ്യുന്ന 2 പേര്, അതായത് 2 സിയുടെയും കൂടെ വർക്കാണ് എത്ര എന്ന് പറയുന്നത്? 15 എന്ന് പറയുന്നത്, അല്ലെ? എയെ പോലെ വർക്ക് ചെയ്യുന്ന 2 പേരുണ്ട്. അപ്പോൾ 2 എയുടെയും 2 ബിയുടെയും 2 സിയുടെയും കൂടി വർക്കാണ് 15 എന്ന് പറയുന്നത്. അപ്പോൾ 1 എയുടെയും 1 ബിയുടെയും 1 സിയുടെയും വർക്ക് എന്ന് പറയുമ്പോൾ 1 എയുടെയും 1 ബിയുടെയും 1 സിയുടെയും കൂടെ വർക്ക് എന്ന് പറയുമ്പോൾ 15/2 ആണ്, അല്ലെ? അതിന് 7 ആക്കി നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 15/2 അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും കൂടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 15/2 എന്ന് കിട്ടിയല്ലോ. എങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളത് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അവരുടെ വർക്കിനെ, അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 120 അല്ലായിരുന്നോ? ആ 120നെ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോ 120/15/2 എന്ന് ചെയ്താൽ പോരെ, അല്ലെ? 120/15/2 അല്ലേ വരുന്നത്. അപ്പോ എങ്ങനെ വരും? 120/15/2 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? മുകളിൽ പോത്തില്ലേ? ഇൻറ്റു 2 ആവത്തില്ലേ? അപ്പോ 120നെയും 15നെയും കൂടെ നമുക്ക് വെട്ടാം. 15 × 4 60 ആണ്. 15 × 8 120 ആണ്. അങ്ങനെ അറിയാവുന്നവർക്ക് നമുക്ക് വെട്ടാം. അറിയാൻ വയ്യെങ്കിൽ നമുക്ക് 3 കൊണ്ടൊക്കെ വെട്ടിയാലും മതി. 12ൽ 3 എത്ര തവണയാണ്? 4 തവണയാണ്. 15ൽ 3 എത്ര തവണയാ? 5 തവണയാണ്, അല്ലെ? 40ഉം 5ഉം കൂടി നമുക്ക് വെട്ടാം. എത്ര തവണയാ? 8 തവണയാണ്. ഇനി ബാക്കിയുള്ളതോ 8 × 2 ആണ്, അല്ലെ? എത്ര ആണ്? 16 ആണ്. അപ്പൊ അവർ ഒരുമിച്ച് ആ ജോലി തീർക്കാൻ വേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ആ ചോദ്യം ഒന്നുകൂടെ നോക്കാം. എങ്ങനെയാ പറയുന്നത്? എക്കും ബിക്കും കൂടി എത്ര ദിവസം വേണം? 20 ദിവസം വേണം, അല്ലെ? ബിയും സിയും കൂടി എത്ര ദിവസം വേണം? 24 ദിവസം വേണം. എയും സിയും കൂടി എത്ര ദിവസം വേണം? 30 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം 20ന്റെയും 24ന്റെയും 30ന്റെയും LCM കാണണം. 20ന്റെയും 24ന്റെയും 30ന്റെയും LCM നമുക്ക് വേണമെങ്കിൽ എഴുതി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കാം. എങ്ങനെ ആയാലും നമുക്ക് LCM കിട്ടുന്നത് എത്രയാണ്? 120 ആണ്, അല്ലെ? 20ന്റെയും 24ന്റെയും 30ന്റെയും LCM എന്ന് പറയുന്നത് 120 ആണ്. LCM കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോരുത്തരുടെ എഫിഷ്യൻസി കാണുന്നു. അപ്പോ 120/20 ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. 120/24 ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും. 120/30 ചെയ്താൽ 4 എന്ന് കിട്ടും, അല്ലെ? അപ്പൊ ഇത് കൂട്ടുമ്പോ 6ഉം 5ഉം 4ഉം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 15 എന്ന് കിട്ടി, അല്ലെ? അപ്പൊ ഈ 15 നമ്മൾ ഓർക്കേണ്ട കാര്യം, ആ 15ലെ 6 എയുടെയും ബിയുടെയും കൂടി വർക്കാണ്, അല്ലെ? അതിലെ 5 ബിയുടെയും സിയുടെയും കൂടി വർക്കാണ്. അതിലെ 4 എയുടെയും സിയുടെയും കൂടി വർക്കാണ്. അപ്പോ 2 എയുടെയും, എയെ പോലെ ജോലി ചെയ്യുന്ന 2 പേരുടെയും ബിയെ പോലെ ജോലി ചെയ്യുന്ന 2 പേരുടെയും സിയെ പോലെ ജോലി ചെയ്യുന്ന 2 പേരുടെയും കൂടെ വർക്ക് എത്ര എന്ന് പറയുന്നത്? ഈ പറയുന്ന 15. അപ്പോ 2 എയുടെയും 2 ബിയുടെയും 2 സിയുടെയും കൂടി വർക്കാണ് എത്ര എന്ന് പറയുന്നത്? 15 എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ 1 എയുടെയും 1 ബിയുടെയും 1 സിയുടെയും കൂടി വർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ പകുതി ആയിരിക്കും. 15/2 ആയിരിക്കും. എത്രയായിരിക്കും? 7.5 എന്ന് എഴുതാം. 7.5 എന്ന് എഴുതി നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 15/2 എന്ന് ഇട്ടാൽ മതി. അപ്പോ ഇവരുടെ ആകെ വർക്ക് എത്രയാണ്? 120 അല്ലേ? 120 ആണ് ആകെ വർക്ക്. ഒരു ദിവസത്തെ വർക്ക് നമുക്ക് 15/2 എന്ന് കിട്ടി, അല്ലെ? അപ്പോ 120/15/2 എന്ന് വരും. നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കുമ്പോ 120/15 ഗുണം 2 എന്നാകും, അല്ലെ? 15നെയും 120നെയും നമുക്ക് 3 കൊണ്ട് വെട്ടാം. 12ൽ 3 എത്ര തവണയാ? 4 തവണ. 15ൽ 3 എത്ര തവണയാണ്? 5 തവണയാണ്, അല്ലെ? 40ഉം 5ഉം കൂടി വെട്ടിയാൽ 8 തവണയാണ്. 8 × 2 എത്ര എന്ന് കിട്ടും?
16 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 16 ദിവസം കൊണ്ട് തീർക്കും. ശരിയല്ലേ?